എല്ലാ സുഹൃത്തുക്കളും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ സുപ്രഭാതം നമുക്ക് നല്ല ദിവസത്തേക്കുള്ളൊരു തുടക്കമാകട്ടെ. ഇന്ന് ഈ വീഡിയോ വീക്ഷിക്കുന്നവർ സാധിച്ചാൽ ഒരു 5 നിമിഷം നമ്മുടെ പൂർവ്വകാലങ്ങളിലേക്ക് ഒന്ന് കടന്നു പോകുക. നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോയ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ നിങ്ങൾക്കുണ്ടാകും. അത് തീർച്ചയാണ്. സാധിച്ചാൽ അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുക. ഒരു ഹലോ പറയുക, സുഖമാണോ എന്ന് ചെറിയൊരു അന്വേഷണം നടത്തുക. ഒരുപക്ഷെ ഇതിൽ പലരും ഇന്ന് ലോകത്ത് ഉണ്ടാകണമെന്നില്ല. പലരും മരണപ്പെട്ടിരിക്കാം. ഇനി ഇതിലേറ്റവും ആനന്ദമേകുന്നതും സന്തോഷം തരുന്നതുമായ കാര്യങ്ങൾ നിങ്ങളുടെ പൂർവ്വകാല സുഹൃത്തുക്കൾ എത്തുമ്പോൾ അന്ന് നിങ്ങൾ ഓണനാളുകളിൽ ഊഞ്ഞാലാടിയ കഥയും നക്ഷത്രങ്ങൾ കെട്ടാൻ നക്ഷത്ര രാവുകൾ കാത്തിരുന്നതും അങ്ങനെ ഉള്ള ഒട്ടനവധി ഓർമ്മകൾ, ഒപ്പം മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയുടെയോ കയ്യും പിടിച്ച് അടുത്തുള്ള അമ്പലങ്ങളിൽ ഉത്സവ കാഴ്ചകൾ കാണാൻ പോയ നാളുകൾ. ഒരുപക്ഷെ മുത്തച്ഛനും മുത്തശ്ശി ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടാകില്ലായിരിക്കാം. തീർച്ചയാണ്. എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഇല്ല, അവർ മരണമടഞ്ഞു കഴിഞ്ഞു. ബട്ട് അവരിൽ ഉള്ള ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഇതുപോലെ ഒത്തിരി പേരുടെ മനസ്സുകളിൽ കാണും. ആ നാളുകൾ ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കണം. ഒപ്പം നമുക്ക് ഹരിശ്രീ പഠിപ്പിച്ചു തന്ന നമ്മുടെ ഗുരുക്കന്മാർ, അവർ ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന ഒട്ടനവധി പേർ കാണും, മരണപ്പെട്ടവരും കാണും. ഇതിനെക്കുറിച്ച് ആകെ ഒരു ഓർമ്മ പുതുക്കൽ നാം സ്വയം ചെയ്താൽ നമ്മളുണ്ടാകുന്ന ആ ഒരു ഊർജം, ആ ഒരു സന്തോഷം, ആ ഒരു ഒടികൾ, ആ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ആനന്ദത്തിലേ ആറാടിക്കൂ. ഇന്ന് നമ്മൾ റോഡിലിറങ്ങി കൈ കാണിച്ചാൽ ഏതെങ്കിലും ഒരു 2 വീലർ ആളുകൾ നമ്മളെ കയറ്റി നമുക്ക് പോകേണ്ട സ്ഥാനത്ത് ഇറക്കിത്തരും. മുൻകാലങ്ങളിൽ അങ്ങനെ 2 വീലറുകൾ കാണാൻ പറ്റില്ല. കഷ്ടിച്ച് വല്ലപ്പോഴും ഒരു ബൈസൈക്കിൾ മാത്രമേ കാണൂ. അന്ന് ബൈസൈക്കിൾ ഓടിക്കുന്നതിന് വലിയൊരു ഹരമാണ്. ഇന്ന് ടോയ് പോലെ കുട്ടികൾ മോട്ടോർ ബൈക്കിൽ പാഞ്ഞു പോകുന്നു. ഇപ്പോഴും പഴയ കാലത്തുള്ള ആൾക്കാരുടെ ഈ ഊർജം, ഈ ആരോഗ്യം എന്ന് പറയുന്നത് അവരുടെ ജീവിതശൈലിയായിരുന്നു അതിൻ്റെ പ്രധാന കാരണങ്ങൾ. അന്ന് കഴിയുന്നത് ഞങ്ങളുടെയൊക്കെ സമയങ്ങൾ കുറഞ്ഞത് 7 കിലോമീറ്റർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 കിലോമീറ്റർ നടന്നാണ് സ്കൂളുകളിലെത്തുക. അന്നിങ്ങനെയുള്ള വാഹന സൗകര്യങ്ങൾ യാതൊന്നുമില്ല. ബട്ട് അന്നത്തെ ആ ഊർജം, അന്നത്തെ ആ സ്പിരിറ്റ്, കൂട്ടുകാരുമായിട്ട് ഒന്നിച്ചു പോണ ഓർമ്മകൾ, ഒന്നിച്ച് വീട്ടിലേക്ക് വരുന്ന ഓർമ്മകൾ, ഈ ഓർമ്മകൾ ഇന്നത്തെ കുട്ടികൾക്കുണ്ട്. കാരണം ഇന്നത്തെ കുട്ടികൾ വീട്ടിൻ്റെ മുന്നിൽ വരുന്ന സ്കൂൾ ബസ്സിൽ കയറി പോകണു, വീട്ടിൻ്റെ മുന്നിൽ അവരിറങ്ങുന്നു. അവർക്ക് ശാരീരികമായുള്ള മറ്റു ഒരു വിനോദ എല്ലാത്തിനും ഉള്ള സമയം കിട്ടാറില്ല. കാരണം അവരുടെ പഠിത്തവും ഒക്കെയാണ്. അത് നമുക്കിന്ന കാലത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് കുഞ്ഞുങ്ങൾ അങ്ങനെ ജീവിക്കുന്നു. അവരെ ആ രീതി ചിന്തിക്കട്ടെ. മറിച്ച് നമ്മളൊക്കെ പഴയ ആൾക്കാർ ഉള്ള ഏറ്റവും വലിയൊരു സന്തോഷം നമ്മുടെ ഇന്നലകളെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ്. നമ്മുടെ ബന്ധുക്കളെക്കുറിച്ച് ഓർക്കുക, സുഹൃത്തുക്കളെക്കുറിച്ച് ഓർക്കുക, നമ്മുടെ ഉത്സവങ്ങളെക്കുറിച്ച് ഓർക്കുക, പള്ളിപ്പെരുന്നാളുകളെക്കുറിച്ച് ഓർക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം തരുന്ന കാഴ്ചകൾ. അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. അതിനുവേണ്ടി ഇന്നത്തെ കുറച്ച് സമയമെങ്കിലും തനിച്ചിരുന്ന് ചിന്തിക്കുക. യു ഫീൽ വെരി ഹാപ്പി. വളരെ ഊർജ്ജസ്വലതയായി നമുക്ക് ഇന്നത്തെ ദിവസത്തെ നേരിടാം. ഈ സുപ്രഭാതത്തിൽ ഒരിക്കൽ കൂടി പറയുന്നു, ഇന്നലകളിലേക്ക് ഒന്ന് കണ്ണോടിക്കുക.
അതെങ്ങനെയായിരുന്നു, അവരിപ്പോൾ സുഖമായിരിക്കുന്നു, അതിലാരൊക്കെ ജീവിച്ചു, ആരൊക്കെ മരണമടഞ്ഞു, എല്ലാം ഒന്ന് ഓടിച്ചു നോക്കുന്നത് നമുക്കും നമ്മുടെ മനസ്സിനും ഊർജം തരുന്ന ഒന്നായിരിക്കാം. നമ്മൾ മറ്റു യാതൊരുവിധ വാർത്തകളിലേക്കും ഇപ്പോൾ ഈ സമയത്ത് ഈ രാവിലെയുള്ള വാർത്തകൾ ശുഭ സന്ദേശം തരുന്ന വാർത്തകളായിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ നമുക്കെല്ലാം നമ്മുടെ ഇന്നലെക്കുറിച്ചുള്ള ഒരു തിരിഞ്ഞു നോട്ടം നടത്തണം എന്ന് ഞാൻ നിങ്ങളോടൊക്കെ ആവശ്യപ്പെടുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലൊരു ദിവസം കാഴ്ചവയ്ക്കുന്നു. കാണാം വീണ്ടും അടുത്തൊരു ടാക്സിൽ കൂടെ. ഹാവ് എ നൈസ് ഡേ. ബൈ.